പാലക്കാട് നഗരത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീ നേരിട്ടത് ക്രൂരപീഡനം. പീഡനശേഷം പ്രതി 46-കാരിയുടെ വാരിയെല്ല് തകർത്തു. നാട്ടെല്ലിനും ക്ഷതമേറ്റിട്ടുണ്ട്. പീഡന വിവരം പുറത്തറിയാതിരിക്കാനാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. പ്രതി സുബ്ബയ്യൻ മുൻപ് ഭാര്യയെ ക്രൂരമായി ആക്രമിച്ച കേസിലും പ്രതിയാണ്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, എത്ര ക്രൂരമായ പീഡനമാണ് ഈ കൊല്ലപ്പെട്ട സ്ത്രീ നേരിടേണ്ടി വന്നിട്ടുള്ളത്? നന്ദു, കേൾക്കാമോ? യെസ്, നന്ദുവിലേക്ക് വരാം. പാലക്കാട് നഗരത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീ നേരിട്ടത് ക്രൂര പീഡനമാണ് എന്നാണ് വ്യക്തമാകുന്നത്. നന്ദഗോപാലുണ്ട്. നന്ദു, വിശദാംശങ്ങൾ. വളരെയധികം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ സുബ്ബയ്യൻ തന്നെയാണ് ഈ 46-കാരിയെ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പിന്നീട് നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ യുവതിക്ക് ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നു എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് സുബ്ബയ്യനെ തന്നെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ആദ്യം കുറ്റം സമ്മതിച്ചിരുന്നില്ല. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ ഇങ്ങനെയൊരു ലൈംഗിക പീഡനം നടത്തി എന്ന കാര്യം സമ്മതിച്ചത്. അതിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ 46-കാരിയുടെ വാരിയെല്ലും തകർത്തു, നട്ടലിനും ക്ഷതമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പീഡന വിവരം പുറത്തറിയാതിരിക്കാനാണ് യുവതിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരീരത്തിൽ പലയിടങ്ങളിലായി മുറിവുകളുമുണ്ട്. ഈ സുബ്ബയ്യന്റെ പേരിൽ തന്നെ നിരവധി കേസുകൾ വേറെയും ഉണ്ട് എന്നുള്ളത് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മുൻപ് ഭാര്യയെ ക്രൂരമായി കേസിലെ പ്രതിയാണ് സുബ്ബയ്യൻ. അതോടൊപ്പം തന്നെ ആശുപത്രി തല്ലി തകർത്ത കേസും ഈ പ്രതിയുടെ പേരിലുണ്ട്. അങ്ങനെ ഒരു നിരവധി ക്രിമിനൽ കുറ്റങ്ങളുള്ള ഒരു വ്യക്തിയാണ് സുബ്ബയ്യൻ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് SP രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യെസ്, പാലക്കാട് നഗരത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പീഡനവും മർദ്ദനവുമാണ്. പ്രതി സുബ്ബയ്യൻ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടാണ് ഉള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.